ഹായ്, ഇത് രഞ്ജിത്താണ്. കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും ദാ ഒരു ഓഡിയോ. ഇന്ന് ക്രിക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നൊരു സിനിമയുടെ റിവ്യൂ ഒന്നുമല്ല, ക്രിക്കറ്റിനെ കുറിച്ച്. ഞാൻ ഭയങ്കര രോഹിത് ശർമ്മ ഫാനാണ്. എന്നാൽ പോലും ഇന്നത്തെ ഓഡിയോ പറയുന്നത് വിരാട് കോഹ്ലിനെ കുറിച്ചാണ്. കോഹ്ലി ഏത് ഫോർമാറ്റിലും കളിച്ചോട്ടെ, 2020 ആയിക്കോട്ടെ, IPL ആയിക്കോട്ടെ, ഇനി ഇന്ത്യൻ ഓടി ഓടി എങ്ങനെ ആയിക്കോട്ടെ, കളിക്കുകയാണെങ്കിലും വിരാട് കോഹ്ലിൻ്റെ സോൾ എന്ന് പറയുന്ന സംഭവം, അതായത് വിരാട് കോഹ്ലിൻ്റെ ആത്മാവ് എല്ലാത്തിനോട് ഭയങ്കരമായിട്ട് നമ്മൾ പൊരുത്തപ്പെടുക പറയുന്നില്ലേ. അയാൾ ക്യാപ്റ്റനൊന്നും ആവണ്ട, അയാളുടെ ആ ഒരു ഇത് ഉള്ളിലെ ആ ജീനുക്കൾ വേറെ ലെവലാണ്. അയാളുടെ പവർ, സെലിബ്രേഷൻ ലെവല്, അത് ഉള്ളുന്ന അത്രയ്ക്ക് ഉള്ളുന്ന. ഇപ്പോൾ ബുംറ എടുത്ത ഒരു വിക്കറ്റ് ആണെങ്കിൽ അയാൾ എടുത്ത വിക്കറ്റ് പോലെയാണ്. ഇപ്പോൾ രോഹിത് എടുത്ത സെഞ്ചുറി ആണെങ്കിൽ അയാൾ എടുത്ത സെഞ്ചുറി പോലെയാണ്. അത്രയ്ക്കും നമ്മൾ ടീമിൻ്റെയൊക്കെ ഒരു സംഭവമില്ലേ, അങ്ങനെയാണ്. അത് വേറെ ലെവലാണ്. അയാളുടെ ആ പവർ, അയാളുടെ ആ സ്നേഹം നമ്മൾ കാഴ്ചയുള്ള കാര്യം കേട്ടോ. നമുക്ക് ടച്ചിങ് ആയിട്ടുള്ളോ അല്ലെങ്കിൽ അടുത്തൊന്ന് സംസാരിച്ചൊന്നും അറിയില്ല, പക്ഷെ ദൂരെ നിന്ന് നമ്മളെ കണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് കിട്ടിയ ഫീലിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്ന കാര്യങ്ങൾ. നമ്മൾ ഗ്രൗണ്ടിൽ കാണുന്നതും നമ്മൾ ടി വിയിലൂടെ ഗ്രൗണ്ടിൽ കണ്ട ആ കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളോട് പറയുന്നത്. സത്യത്തിൽ കോഹ്ലിയുടെ സെലിബ്രേഷൻ സത്യം പറയണ അത് ഉള്ളുന്നുണ്ടാകുന്നത് നമ്മൾ വെറുതെ ഒരാളാക്കല്ല, ഹേട്ട് ചെയ്യിപ്പിക്കുന്നല്ല. പക്ഷെ അയാളുടെ സെലിബ്രേഷൻ അങ്ങനെയാണ്. പല തരത്തിലെ സെലിബ്രേഷനാണ്. ഇപ്പം രോഹിത് ചില തൊപ്പി ഒരു കൈ ഒന്നും ഇങ്ങനെ പൊന്തിച്ച് വെച്ച് ഔട്ട് എന്ന് പറഞ്ഞ് വരുന്ന ഒരു സാധനമുണ്ട്, മുംബൈയിൽ നിന്ന് അധികം കാണാം നമുക്ക്. പക്ഷെ ഞാൻ ആ സെലിബ്രേഷൻ മുംബൈയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതുപോലെ തന്നെ കോഹ്ലിൻ്റെ ഓരോ സെലിബ്രേഷൻ കൈ കൊണ്ടും വായ കൊണ്ടൊക്കെ കാണിക്കുന്ന ആക്ഷൻ, അത് അയാളുടെ എന്താ പറയുക, അയാളുടെ സ്വന്തം അത്രയ്ക്കും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു, പുറത്ത് ഇത്രയ്ക്കും കൂടുതലായിട്ട് ആക്ഷനിലൂടെയും ഭാവത്തിലൂടെ ഇത്ര സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും ആഘോഷങ്ങളുണ്ടാവും, പക്ഷെ അയാളുടെ ഒരു ആഘോഷം വേറെ തന്നെയാണ്. നിഷ്കളങ്കമായ ഒരു ആഘോഷം തന്നെയാണ്. അത് കൂടെ കൂടെ പോകെ എനിക്ക് മനസ്സിലായി. ആദ്യത്തെ എനിക്ക് തോന്നി ഓവറാക്കലാണെന്നാണ് എനിക്ക് തോന്നി. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി, എന്താ പറയുക, അയാളുടെ എന്താ പറയുക, ഒരു സത്യസന്ധമായ എന്താ പറയുക ജീവനുള്ള സെലിബ്രേഷൻ. അത് എനിക്ക് ആ സെലിബ്രേഷൻ ഇപ്പം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ആത്മാർത്ഥ. അയാൾക്ക് ഒരു, ഇപ്പം ഞാൻ പറയുന്നത്, ഒരു ബാംഗ്ലൂർ അയാൾ നിൽക്കുന്ന സമയത്ത് തന്നെ അയാൾക്കൊരു കപ്പ് കിട്ടണം. ഇനി അതിന് രോഹിത് ശർമ്മ അവിടെ പോകണമെങ്കിൽ രോഹിത് ശർമ്മ അവിടെ പോയിട്ട് ഒരു കപ്പ് നേടിക്കൊടുക്കുകയും വേണം. ഇപ്പോൾ അവിടെ ഒരു ക്യാപ്റ്റൻ്റെ ആവശ്യമുണ്ട്. അയാളുടെ ആര് കീഴിലായാലും അയാൾ കളിക്കും. അയാൾക്ക് അങ്ങനത്തെ യാതൊരു പ്രശ്നമില്ല. ഒരു ബാംഗ്ലൂരിന് ഇപ്പോൾ രോഹിത് പോയിട്ടില്ലെങ്കിൽ പോലും ബാംഗ്ലൂരിന് ഒരു കപ്പ് അത് അയാൾ ഇറങ്ങുന്നതിന് മുന്നേ അത് കിട്ടണം. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം. സത്യത്തിൽ ഞാൻ കോഹ്ലിനെ എപ്പോഴും കമ്പയർ ചെയ്യും, രോഹിത്തിനും കോഹ്ലിനെ എപ്പോഴും പറയും. ഇന്ന് കോഹ്ലി ഡക്കാണെങ്കിൽ പോലും കോഹ്ലി എന്താ പറയുക, ആ ടീമിന് വേണ്ടി അങ്ങനെ കളിച്ചിട്ടുണ്ട്, കളിക്കും. ഫീൽഡിങ്ങിലാണെങ്കിൽ പോലും അവിടെ എന്തെങ്കിലും ഒരു എഫേർട്ട് കോഹ്ലി ആ ടീമിന്. പക്ഷെ ഇന്ന് കുറേ സെലിബ്രേഷനിൽ കണ്ടില്ലേ കോഹ്ലിനെ. കുറേ നേരത്തേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കളിയിൽ തെരഞ്ഞത് കോഹ്ലിനെയാണ്. കോഹ്ലിൻ്റെ ഫസ്റ്റ് സെലിബ്രേഷൻ മാത്രമേ കോഹ്ലിൻ്റെ സെലിബ്രേഷൻ കണ്ടിട്ടുള്ളൂ. ആര് ക്യാച്ചത്, നമ്മളെ ഫസ്റ്റ് സെലിബ്രേഷൻ എങ്ങനെയാണ്, ഫസ്റ്റ് ഔട്ട് ഓർമ്മയില്ല, മറന്നുപോയി. എന്തായാലും ഫസ്റ്റ് ആ ഔട്ടിനാണ് സൂര്യകുമാറിൻ്റെ ക്യാച്ചിനാണ് ഫസ്റ്റ് സെലിബ്രേഷൻ വന്നത്. ആ സെലിബ്രേഷൻ മാത്രമേ കണ്ടില്ല. പിന്നെയുള്ള സെലിബ്രേഷൻ ഒന്നും കണ്ടില്ല. ലൈനുകൾ നിൽക്കുന്ന ഒരു 4 തടയുന്ന കണ്ടു, ഒന്ന് ഇങ്ങനെ നിൽക്കുന്നതും കണ്ടു. അല്ലാതെ ഇന്ന് കോഹ്ലിനെ അങ്ങനെ ഫീൽഡ് നിരയിൽ കണ്ടില്ല. പക്ഷേ കോഹ്ലിനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കാണുമ്പോൾ ഒരു സുഖമാണ്. ഇപ്പോൾ എനിക്ക് നല്ലൊരു ഫീല് വരുന്നുണ്ട്. ക്യാമറാമാനൊക്കെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇനി കോഹ്ലിനെ ഒന്ന് സൂം ചെയ്യണം എനിക്ക് വേണ്ടിയെങ്കിലും. ഓക്കെ, അപ്പോൾ മലയാളമൊക്കെ ക്യാമറാമാനൊന്ന് അറിയിക്കും. ആയിക്കോട്ടെ, അത് വേറൊരു കഥ, എന്തിലാവട്ടെ. അങ്ങനെയാണ് കോഹ്ലിയുടെ കഥ. അപ്പോൾ എന്തായാലും കോഹ്ലിക്ക് ഒരു കപ്പ് കിട്ടണം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് എന്തൊരു ഫീൽ കോഹ്ലിയെ കുറിച്ചൊന്ന് പറയണം എന്നുള്ളത്. ഇനി താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ആരെ കുറിച്ചാണെങ്കിലും, ക്രിക്കറ്റിനെ കുറിച്ചാണെങ്കിലും, പണ്ട് യുവരാജിനെ കുറിച്ചും പറഞ്ഞിരുന്നത്. ഇപ്പോൾ കുറേ കാലത്തിന് ശേഷം ക്രിക്കറ്റിലൊരു ക്യാരക്ടറിനെ കുറിച്ചും പറയുന്നത്. എന്തായാലും ഇനി ആരെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പോവുകയാണ് രഞ്ജിത്ത്. ശുഭരാത്രി, ശുഭ നിദ്ര.